എല്ലാവർക്കും ഉള്ള പ്രശ്നം കൺസിസ്റ്റൻസി ആയിട്ട് പഠിക്കാൻ പറ്റില്ല എന്നാണ്. ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത് 2 hours പഠിക്കുമ്പോൾ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യാം. നമ്മളൊരു ടൈമറൊക്കെ വെച്ചിട്ട് അതിൽ ഓരോ 25 minutes ആകുമ്പോഴും ഞാനൊരു ബ്രേക്ക് കൊടുക്കും, ഒരു 5 minutes ബ്രേക്ക്. അങ്ങനെ 4 ബ്രേക്സ്, 4 സെക്ഷൻ കഴിയുമ്പോൾ ഒരു 4 ബ്രേക്ക് കൊടുക്കുക. ഒരു 6 hour 1 hour ഒക്കെ ബ്രേക്ക് കൊടുക്കുക. പിന്നെയുള്ള കാര്യം അവനവൻ്റെ കംഫർട്ട് നോക്കിയിട്ട് ഇരുന്ന് പഠിക്കാനാണ്. ചിലർക്ക് ഒരു റൂമിലിരുന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഒരു ഓപ്പൺ സ്പേസിലിരുന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് നല്ല വെളിച്ചം കാറ്റും ഒക്കെ കിടക്കുന്ന ഒരു റൂമോ അങ്ങനെ എന്തെങ്കിലും സ്പേസിലിരുന്നിട്ട് പഠിക്കാനായിരിക്കും. അവനവൻ്റെ ഇൻട്രസ്റ്റിന് അനുസരിച്ചിട്ട് വേണം നമ്മളിരുന്ന് പഠിക്കാൻ. എനിക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ച് വെളിച്ചം കാറ്റൊക്കെ കയറുന്ന ഒരു സ്പേസിലിരുന്ന് പഠിക്കാൻ ഇഷ്ടം. പിന്നെ കുറേ നേരം ഇരുന്ന് പഠിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ചിലർക്ക് നടന്ന് പഠിക്കാനായിരിക്കും താല്പര്യം, ചിലർക്ക് ഇരുന്ന് പഠിക്കാം. അപ്പം നമ്മൾ കുറച്ച് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കംഫർട്ടിങ് ആ രീതിയിലിരുന്ന് പഠിക്കാനുള്ള. ഇപ്പം നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ ഉറപ്പുവരുത്തുക നമ്മൾ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ നമ്മുടെ പഠിക്കുന്ന ആ ഒരു സ്പേസിൽ നിന്ന് മാറ്റി വെച്ചാണ് എന്തായാലും ഉറപ്പ് വരുത്തുക. അതുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകും. എല്ലാവരും ലോകത്ത് പെർഫെക്റ്റ് ഒന്നുമല്ല. നമ്മൾ ഇപ്പോൾ ഒരു ഫെയിലിയർ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നാണ് ലേൺ ചെയ്തിട്ട് വരിക. ഇപ്പോൾ ചിലർ പെട്ടെന്ന് പഠിക്കുന്നവരായിരിക്കാം, ചിലർ പതുക്കെ പതുക്കെ പഠിച്ചെടുക്കുന്നവരായിരിക്കാം. ഇറ്റ്സ് നോർമൽ, ടോട്ടലി ഇറ്റ്സ് നോർമൽ. എന്ന് വിചാരിച്ച് നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല എന്നല്ല. നമ്മൾ പതുക്കെ നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്ക് ചെയ്തെങ്കിൽ അടുത്ത തവണ ആ മിസ്റ്റേക്ക് നമ്മൾ നികത്തിയിട്ട് അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ ആ ഒരു ട്രാക്കിലെത്തും.